ഞാൻ താണ്ട മോർണിംഗിൽ എന്റെ ഷോപ്പിലേക്ക് പോവാട്ടോ. അപ്പൊ എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടാ ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനും മോളും കൂടെ എപ്പോഴും രാവിലെ ഷോപ്പിലേക്ക് പോകാറുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് എനിക്കൊരു ആദരവ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ KTJ എന്ന് പറയുന്ന വനിതകളുടെ ഒരു കൂട്ടായ്മയുണ്ട്, KTJ. അതിന്റെ മേൽനോട്ടം മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഷീമാട്ടിയുടെ ഓണറായ ബീന കണ്ണനും മാമും, പിന്നെന്താ പറയാ കല്യാണിന്റെ ഓണറും ഒക്കെയാണ് അതിന്റെ എന്താ പറയാ മുകളിലുള്ള ആൾക്കാര്. അപ്പോഴ് ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ വനിതകളുടെ കൂട്ടായ്മ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരിൽ നിന്ന് എനിക്കൊരു ആദരവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കത് വാങ്ങിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തില്ല. കാരണം എല്ലാ വനിതകളും കൂടിയിട്ട് നമുക്കൊരു അനുമോദനം തരാന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് KTJ എന്ന് പറയുന്ന എല്ലാ വ്യാപാരി അംഗങ്ങളും, അതായത് വസ്ത്ര വ്യാപാര രംഗത്ത് ഉള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു അനുമോദനവും കൂടെ ആവുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത് വാങ്ങിക്കാൻ പോകുന്നതിന്റെ ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫുള്ള് ട്രാഫിക് ആയിട്ട് അവിടെ മൊത്തം അതാണ്ട് റോഡ് പണിയാ. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ റോഡ് പണി നിങ്ങൾ നോക്കിയ ഫുള്ളും ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക. ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കടയിലെത്തുന്നത്. ഈ ട്രാഫിക് കാരണം തന്നെ ലേറ്റ് ആവാറുണ്ട് ഒരുപാട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാമായിരിക്കുമല്ലോ ഹൈവേയുടെ പണി എത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പ് ഹൈവേ നിന്ന് കുറച്ചുകൂടെ ഉള്ളോട്ടാക്കി നിങ്ങൾക്കൊരു കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു രീതിയിലാണ് എന്റെ ഷോപ്പ് ഞാൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ഒരു മൈൻഡ് ഫ്രീ ആക്കിക്കൊണ്ട് എന്റെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഹൈവേയിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് കുറച്ചുള്ളൂ. അതായത് എന്റെ കൊച്ചു ഷോപ്പ് എപ്പോഴും ഞാൻ വേണേ അങ്ങെത്തുന്നിടം വരെ വേണേലും പറഞ്ഞുതരാം, അവിടെ എത്തുന്നവരെ കാണിച്ചു തരാം. എന്റെ കൊച്ചു ഷോപ്പ് നമ്മുടെ ഹൈവേയോട് ചേർന്നിട്ടാണ്. ഇപ്പം നിലവിലുള്ള ഷോപ്പ് എന്ന് പറയുന്നത്, പുതിയ ഷോപ്പ് തുടങ്ങിയത് ആ കൊച്ചു ഷോപ്പിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വന്ന് പാർക്കിംഗ് സൗകര്യം, നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വെഡിങ് ഷോപ്പാണ്. അപ്പം ഞാൻ അതിന്റെ കൂട്ടത്തിൽ അതും കൂടെ പറയാണ്. അപ്പൊ വെഡിങ്ങിനൊക്കെ വരാൻ ആഗ്രഹമുള്ളവര്, വെഡിങ് ഡ്രസ്സ് എടുക്കാനുള്ളവർ ഒന്ന് ജസ്റ്റ് സുറുമ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. കാരണം അത്രയും നല്ല മോഡലുകളിൽ ലെഹങ്കയുടെ കളക്ഷൻസ് ആയാലും കാഞ്ചീപുരത്തിന്റെ കളക്ഷൻസ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ. എന്റെ കുട്ടികൾ തന്നെ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു പിള്ളേർ പറയും, ഈ ലെഹങ്ക കണ്ടിട്ട് പറയും, മാഡം ഇത്രയും നാൾ ഞങ്ങൾ ഷോപ്പുകളിലൊക്കെ നിന്ന് ഇത്രയും ലെഹങ്കകൾ ഒക്കെ എങ്ങനെ, അതായത് നമ്മള് സാധാരണ ഗോഡൌണിലൊക്കെ അധികം ലെഹങ്കകളൊന്നും സൂക്ഷിക്കാറില്ല. പക്ഷെ എന്റെ ഗോഡൌൺ വന്ന് നോക്കി നിങ്ങൾക്ക് അറിയാം. കാരണം ഒരാളും ഇഷ്ടപ്പെടാതെ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട്, ഇതെന്റെ KSRTC ബസ് സ്റ്റാൻഡാണ്. ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിലൊക്കെ പോകുമ്പോഴും ഈ KSRTC ബസ് സ്റ്റാൻഡൊക്കെ എന്റെ ഒരു ഭയങ്കര ഫീൽ കിട്ടുന്ന സ്ഥലമായിട്ടാണ്. ഞങ്ങൾ പിള്ളേരും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെയൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പം റോഡ് പണി കാരണം ഇവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുക. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് ഓരോന്നും എന്താ പറയാ, സ്കൂളില് പിള്ളേരും ഒക്കെ ആയിട്ടുള്ള അറിയാമല്ലോ, നിങ്ങളെല്ലാം അങ്ങനെ ജീവിതം ഒരുപാട് പേരും കഴിഞ്ഞിട്ട് പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പം അവിടെ തന്നെ എനിക്കൊരു ഷോപ്പ് ഇടാൻ പറ്റി. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനൊരു ഷോപ്പ് എന്റെ ഈ കരുനാഗപ്പള്ളിയിൽ ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഷോപ്പ് ഇടാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പൊ ദാണ്ടാ കണ്ടോ, ഞാൻ പോകുന്ന വഴി KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് ദൂരമൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഇനി നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടും. അപ്പൊ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി സുർമയിലോട്ട് ഇറക്കാൻ. പിന്നെ ഇവിടുത്തെ ഒരു മാളെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ആകപ്പാടുള്ള മാൾ ഇതായി കാണുന്ന HNJ മാളാണ്. ഇവിടെ എല്ലാം റോഡ് പണി, നിങ്ങൾ നോക്കിയേ ഉണ്ടോ, ഫുള്ള് റോഡ് പണി നടക്കുകയാണ്. ഇതാണ് HNJ മാൾ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പോകുന്നു, ഞങ്ങൾ സിനിമ കാണാനൊക്കെ ആയാലും പോകുന്നത് അവിടെ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്റെ ഷോപ്പിലേക്ക് പോകുന്ന റൂട്ടായത്. കണ്ടോ, ഇവിടെ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇവിടെ ദൂരെ നിന്ന് വരുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇപ്പം ഈ കാറിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയാ പോകുന്നതെന്നുള്ളത്. കണ്ടോ, ഇവിടെ ബോർഡൊന്നും നമുക്ക് വെക്കാൻ ഇപ്പൊ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ബോർഡൊന്നും നമ്മളിപ്പോ ചെയ്യാത്തത്. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, റോഡ് പണി ഒന്ന് സെറ്റ് ആവാതെ നമുക്ക് എന്താ പറയാ ബോർഡൊന്നും വെക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. വരുമ്പോ ഒന്ന് എങ്ങോട്ടാണ് പോണ്ടേന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാപ്പുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതാണ് എന്റെ ഇപ്പുറം കാണുന്നതാണ് എന്റെ കൊച്ചു സുർമ. ആ കൊച്ചു സുർമയുടെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മളുടെ ബാക്ക് കണ്ടോ, ഒരുപാട് റഷ് ഒന്നും ഇല്ലാത്ത, ഒത്തിരി കാറുകളും വണ്ടികളും ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്കൂടെ വന്ന്
പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് കാറിൽ വരുന്നവർക്ക് വേണ്ടി ഞാൻ ചുമ്മാ ജസ്റ്റ് രാവിലെ ഇറങ്ങിയപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. പിന്നെന്താ പറയാനുള്ള, അപ്പൊ ഇന്ന് ഞാൻ അവാർഡ് മേടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോസിലൊക്കെ കറക്റ്റ് ചെയ്യാം. അവാർഡല്ല, സോറി, ആദരവാണ്, അവാർഡല്ല. അപ്പൊ എന്റെ KTGയുടെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. കാരണം ഇത്രയും വനിതകളുടെ കൂട്ടത്തിൽ നിന്നും എന്നെ ഒരാളെ നിങ്ങൾ ആദരവ് നൽകാൻ വേണ്ടി സെലക്ട് ചെയ്തതിൽ എല്ലാ KTG വനിതാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. ഇതാ എന്റെ ഷോപ്പ് എത്തി, കണ്ടോ? ഇത്രയും ദൂരമേ ഉള്ളൂ എന്റെ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, 2 ബിൽഡിങ്ങിലായിട്ട് ആണ് നമുക്ക് 5 നിലകളിൽ എല്ലാ കളക്ഷൻസുമായിട്ടാണ് എന്റെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ റണ്ണിങ് ഫ്ലോർ ആണ്, റണ്ണിങ് ആട്ടോ. ഞാൻ അത് നിങ്ങൾക്ക് ബ്ലോഗ് പോലെ ചെയ്യണമെങ്കിൽ ഞാനൊരു ബ്ലോഗ് പോലൊക്കെ ചെയ്യാതെ വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ ഞാനിങ്ങനെ വണ്ടി ഇടുന്നോളൂ, ബാക്കി എന്റെ സെക്യൂരിറ്റിയെ ഞാൻ ഏൽപ്പിക്കാം, അല്ലാതെ ഞാൻ ഇട്ടാൽ ചിലപ്പോൾ കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മുടെ റണ്ണിങ് ഫ്ലോറാണ് ഫസ്റ്റ് ആയിട്ട്. നമുക്ക് റണ്ണിങ് ഫ്ലോറിൽ അതായത് എന്താ പറയാ, മോർണിംഗ് ടൈം ആയതുകൊണ്ട് ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്കൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കാണാം. ഗുഡ് മോർണിംഗ്. ഇതാണ് എൻ്റെ റണ്ണിങ് ഫ്ലോർ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്ലോർ ആട്ടോ ഈ ഒരു ഫ്ലോർ. എൻ്റെ പിള്ളേരെല്ലാം അടിപൊളി പിള്ളേരാണ് അവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ഡയബിൾ ഫാബ്രിക് ആണ്. ഇതിനകത്തുള്ളതിനേക്കാട്ടിൽ കൂടുതൽ ഗോഡൗണിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വെക്കുന്നതിനൊരു എന്താ പറയാ, ഒരുപാട് സ്ഥലം ഇല്ല നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി. കുറച്ച് കൂടുതലും ഗോഡൗണിലാണ്. പിന്നെ ഉണ്ടോ എൻ്റെ VMM പിള്ളേരുടെ പണി രാവിലെ അവരുടെ പണി സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗ് ആയപ്പോഴത്തേക്ക് കണ്ടോ ഒരുവിധം എല്ലാം ആയോടാ, ഓക്കെ ആയോ? ഒത്തിരി ഉണ്ട് റണ്ണിങ്, അങ്ങോട്ട് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് അടുത്തടുത്ത കാണിക്കാം. എന്തെടുക്കുവാ? അടുക്കുവാണോ? അപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ. മോർണിംഗ് ടൈം ആട്ടോ. അപ്പൊ ഫ്രഷ് ആയിട്ട് ഇതിന്റെ ഈ സ്റ്റിച്ചിങ് ഫ്ലോർ കാണിക്കാം. ഇതെന്റെ ഭായിമാരിവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ മെയിനായിട്ട് കാണിക്കുന്ന ഒരു ഭായി ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ മൻസൂർ ഭായ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉള്ള ആളാണ് ഈ നിൽക്കുന്ന ആള് കേട്ടോ. മൻസൂർ ഭായ് ഒന്ന് ഹായ് പറഞ്ഞേ. പിന്നെ എല്ലാവരും കണ്ടോ, ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ തുടക്കം തൊട്ടുള്ള ഭായിമാരാ. ബാക്കി എല്ലാവരും ബാക്കി യൂണിറ്റുകളിലാണ്. അവിടൊക്കെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് റഹ്മത്ത് ഭായ് ഹായ് പറയും. വീഡിയോ ഹായ്. സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരവരൊക്കെ കേട്ടോ. ഞാനിപ്പോ വീഡിയോ കാണിക്കാത്തതിന് വെച്ച് കാണിച്ചേക്കാം, കുഴപ്പമില്ല. കലാം ഭായി ഹായ് പറ. വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ കലാം ഭായി ആണ് എന്നോടൊപ്പം ഇന്ന് വരെയും ഉണ്ട്. ഇന്ന് നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഡിസൈനേഴ്സ് എല്ലാം അതുകൊണ്ട് അപ്പുറത്തൊക്കെ മാറി നിൽക്കുക. വീഡിയോ എന്നപ്പോൾ അവളുമാരെ ഓടിയട്ടോ. ബാ കാണിക്കാം. ഗുഡ് മോർണിംഗ്. ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടും ഇവിടെ വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചത് കണ്ടോ, നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഭായിമാര്. രാവിലെ അവരുടെ പണി തുടങ്ങി. ഹായ് വീഡിയോ ഹായ് ഹായ്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഫാൻസി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേര്. രാവിലത്തെ എന്തുണ്ട്, ഇന്നലെ എന്ത് പറ്റി, ലീവായിരുന്നോ? ആണോ? ഓക്കെ. എങ്ങനുണ്ട്? ആണോ? ഓക്കെ. ഇവിടെ ഡാസ്ലറിന്റെ ആയാലും പിന്നെ എന്താ പറയാ, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഡാസ്ലറിന്റെ കൂടുതൽ ഇപ്പൊ ലിപ്സ്റ്റിക്കിനൊക്കെ ഭയങ്കര മൂവിങ് അല്ലേ. എത്ര വന്നാലും ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഡാസ്ലർ ഇവിടുന്ന് പിള്ളേർ എനിക്ക് എടുത്ത് തന്നെ സൂപ്പറാണ്. എങ്ങനെയുണ്ട് മോർണിംഗത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓക്കെ ആണോ? അപ്പോൾ രാവിലത്തെ മീറ്റിംഗ് ഞാൻ വരുന്നതിന് മുമ്പ് വരുന്നുണ്ട്. അപ്പുറത്ത് ബില്ലിങ്ങിന്റെ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബില്ലിങ്ങിലെ പിള്ളേർക്ക് മാത്രമായിട്ടുള്ള മീറ്റിംഗ് ആണത്. പിന്നെ ഞാൻ വന്നപ്പോൾ മോർണിംഗിൽ എൻ്റെ പിള്ളേർ ചെയ്തിട്ടിരിക്കുന്ന സാധനം കണ്ടോ, അടിപൊളി അല്ലേ. ഇത് റണ്ണിങ് മെറ്റീരിയലാണ്, പക്ഷേ സാരിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു സാരിയും കൂടെ ഞാൻ കണ്ടു കേട്ടോ. ഇതെനിക്ക് ഫേവറേറ്റ് ആണ്, എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. ഇന്നലെ രാത്രി ഞാൻ തോന്നുന്നത് സെറ്റ് ചെയ്ത്. അന്നേരം തന്നെ ഞാൻ വന്നിട്ട് പറഞ്ഞു മോനെ സൂപ്പർ ആയിട്ടുണ്ടടാ. ഇതെന്ന് വെച്ചാൽ നല്ല കോട്ടൺ ആണ്. അപ്പുറത്തും ഉണ്ടല്ലോ മോളെ, അപ്പുറത്ത് വേണ്ട. ഇത് നല്ല രസമാണ്. നമ്മുടെ കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് കണ്ടോ. അവിടെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സെയിൽസ് മാനേജർമാരും ഒക്കെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രീമിയം കൗണ്ടറിലേക്ക് ഒന്ന് പോവാം. അന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഇതറിയാലോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് സെയിലാക്കിയതാണ്. നമ്മൾ തസ്നിക്കാൻ ഇട്ടിട്ട് ഞാനും തസ്നിക്കാരും കൂടാണ് ഇത് വെയർ ചെയ്തിട്ട് ഫേമസ് ആയ ഒരു ഐറ്റം. ഞാനിപ്പോൾ സ്റ്റോക്ക് കൊണ്ടുവന്നു. അന്ന് എനിക്ക് തീർന്നു പോയി കേട്ടോ. എല്ലാവരും വന്ന് എടുത്ത് തീർന്നു പോയി. രാവിലത്തെ സെറ്റിങ്സ് ആണ്, എല്ലാം അലങ്കോലമായി കിടക്കെ പിള്ളേർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കോട്ടന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു ഫ്ലോർ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് കൂടുതലും കോട്ടൺ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഇച്ചിരി റേറ്റ് താഴോട്ട് വരുന്നത്. അതായത് 1000 താഴെയല്ലേ ചേച്ചി ഇവിടെ 850. അപ്പോൾ ഒരു രാവിലത്തെ ഒരു ചെറിയൊരു പാട്ടൊന്ന് പാടിക്കും. ജസ്റ്റ് ഒരു പാട്ട് പഠിക്കട്ടെ. ഒരു പാട്ട് ഇവിടെ ഒന്ന് പാടി പെട്ടെന്ന് 2-3 വരി മതി കേട്ടോ. ജസ്റ്റ് മോർണിംഗിലത്തെ ഒരു വീഡിയോ ഞാനൊരു ബ്ലോഗ് പോലെ ചെയ്യുന്നേ. പാട് പെട്ടെന്ന് പാട്. ദൈവം തന്ന നിധിയല്ലേ നീ, ജീവരാഗ മധുവല്ലേ. ദൈവം തന്ന നിധിയല്ലേ നീ,
ജീവരാഗമധുവല്ലേ നൽകി ഞാൻ സാന്ത്വനം ഓ പ്രിയേ ഓ പ്രിയേ ദൈവം തന്ന നിധിയല്ലേ നീ ജീവരാഗമധുവല്ലേ. ഇനി വരുമ്പോൾ നമ്മുടെ പ്രീമിയം അൺസ്റ്റിച്ചിന്റെ കൗണ്ടറാണ് കേട്ടോ. ഇതൊരു പാകിസ്ഥാനി സൽവാർ എൻ്റെ പിള്ളേർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ദാണ്ട പ്രീമിയം കൗണ്ടർ കാണാവേ. പ്രീമിയം എങ്ങനെ ഉണ്ടടാ? രാവിലെ എല്ലാവരും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കുന്നത്. മീറ്റിംഗ് ഒക്കെ കഴിയുക. അപ്പൊ ഇന്ന് സക്സസ് ആയിരിക്കണം, അടിപൊളി ആയിരിക്കണം നമ്മുടെ ഫ്ലോർ അല്ലേ. അപ്പം ഒരു പ്രീമിയം 2-3 ചുരിദാറിന് എടുത്തേടാ. അതാണ്ട് അത് ബനാറസിന്റെ അല്ലേ, ബനാറസ്. പിന്നെ ചിനോണിന്റെ പ്യുവർ ചിനോണിന്റെ ഏതെങ്കിലും പ്യുവർ ആയിട്ടുള്ള അതെടുക്ക്. ഇതുണ്ടോ, ഇതൊക്കെ ബനാറസിന്റെ, ഇതെല്ലാം പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം. എടാ ഇതിനെങ്ങനെയുണ്ട് നമുക്ക് സെയില്? എല്ലാവരും അന്വേഷിച്ച് വരുന്ന ഐറ്റംസ് അല്ലേ ചിനോണൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എങ്ങനാ ഡ്രൈ വാഷിങ് കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓരോന്ന് ഇന്നലെയും വന്ന് പറഞ്ഞു തന്നില്ലേ, ഓരോന്നും പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്, ഫോക്സ് ജോർജറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഐറ്റം എടുത്തിടാം. മോളിൽ ഇരിക്കുന്നത് ഓറഞ്ച്, അതിന്റെ ഓറഞ്ച് ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ നിങ്ങൾ പറയല്ലോ സോൾഡ് ഔട്ട് ആണതാ. എന്റെ ഷോപ്പിലേക്ക് വന്ന് ഇതെല്ലാം കിട്ടും. നമ്മുടെ ഓൺലൈനിൽ ഇത് സോൾഡ് ഔട്ട് ആയിപ്പോയി, ഇപ്പൊ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ആഹാ എന്താ രസം, അതാ റെഡ് ഇതൊക്കെ കണ്ടോ. അത് ഞാൻ ഓൺലൈനിൽ അവൈലബിൾ ആക്കിയിട്ടില്ലാത്ത സാധനം. ഇതൊക്കെ നീ കൊണ്ടുവരാം കേട്ടോ. ഞാൻ കേട്ടോ എന്താ രസം, സൂപ്പറാണ്. ഇതാ മാമ്പഴ മഞ്ഞ കളർ. മാമ്പഴ മഞ്ഞ കളർ ആരുടെ ഫേവറേറ്റ് കളറാ? എന്റെ ഫേവറേറ്റ് കളറാ കേട്ടോ. സൂപ്പർ ഐറ്റാ. അപ്പൊ ഇതുപോലത്തെയൊക്കെ പർച്ചേസ് ചെയ്യണേ. ചിനോണും കൂടെ ഒരെണ്ണം എന്താടാ, ഒരു പ്യുവറിന്റെ ഇത് ചിനോണാണോടാ അതിരിക്കുന്നത്. അത് സെക്കൻഡ് വൺ കണ്ടോ. ഇത് ഫോക്സിനകത്ത് ഇത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ പ്യുവർ ചിനോണിന്റെ സെൽഫ് കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം. ഇതുപോലത്തെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രീമിയം കൗണ്ടർ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി. താഴെ തന്നെ പ്രീമിയം കൗണ്ടർ വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. പിന്നെ ഇതെന്റെ സ്പെഷ്യൽ കൗണ്ടറാണ്. ഇത് ഞാൻ പ്രത്യേകമായി വെച്ചിരിക്കുന്ന എൻ്റെ കാഞ്ചീപുരം കൗണ്ടറാണ്. അവരെല്ലാം വേണ്ട സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശല്യം ചെയ്യുന്നില്ല. മോർണിംഗിൽ അവർ ഫ്രീ ആയിട്ട് നിന്ന് ചെയ്തോട്ടെ. കാരണം രാവിലെ കസ്റ്റമർ കയറുന്നതല്ലേ. കാഞ്ചീപുരത്തിനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സാണ് വരുന്നത്. ഇത് തന്നെ മുകളിലും ഉണ്ട് കേട്ടോ കാഞ്ചീപുരം. നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാവാ. ഇത് നമ്മുടെ സാരി ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തിട്ട് ഹിറ്റായ സാരിയാണ്. അത് ഡിസ്പ്ലേ ചെയ്തേക്കാവാ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ